യൂത്ത് ആൾക്കാരുടെ ഇടയിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരു നടനാണ് നിവിൻ പോളി. സ്ഥിരം മലയാള സിനിമയിൽ ബാക്ക് ടു ബാക്ക് 100 സിനിമ ഹിറ്റ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴൊക്കെ നമ്മളിങ്ങനെ അടുത്ത മോഹൻലാൽ എന്നുള്ള ഒരു രീതിയിലുള്ളൊക്കെ ഇങ്ങനെ വളർന്നൊരു നടനാണ്. ഇപ്പൊ ഫ്യൂ ഇയേഴ്സ് ആയിട്ട് കുറച്ച് ഫ്ലോപ്സ് ഒക്കെ തന്ന് അങ്ങനെ കുറെ നാൾ സത്യം പറഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ തന്നെ നമ്മുടെ ഒന്നിലും ഇല്ല, പുള്ളിയുടെ സിനിമയില്ല. അതായത് നമുക്കൊന്നും ഒരു അപ്ഡേറ്റും കിട്ടുന്നില്ല. അങ്ങനെ ഇപ്പോൾ 2025 പുതിയൊരു അപ്ഡേറ്റ് തന്ന് ഒരു ഞെട്ടിക്കുന്ന അപ്ഡേറ്റ്. നമ്മൾ 2016 കണ്ട നിവിൻ പോളി എങ്ങനെ ഇരുന്നു അങ്ങനെ പുള്ളി തിരിച്ചു വന്നിരിക്കുകയാണ്. ഇതൊക്കെയാണ് കംബാക്ക് എന്ന് പറയുന്നത്. ഇനി സിനിമയിലും പുള്ളി ഇതുപോലൊരു കംബാക്ക് തരാണെങ്കിൽ ഇനി അങ്ങോട്ട് വീണ്ടും നമ്മൾ ആ പഴയ നിവിൻ പോളി. കാരണം നിവിൻ പോളി എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിവിൻ പോളിയുടെ ആ ഒരു കോമഡി ഹാൻഡിൽ ചെയ്യാൻ ഇതുപോലെ പറ്റിയൊരു നടൻ വേറെ ഇല്ല. അപ്പം എന്തായാലും ഒരു കിടിലം കംബാക്കിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം നിവിൻ പോളിക്ക് ശേഷം വന്ന നടന്മാരൊക്കെ പാനിൻ്റെ ലെവലിൽ ഹിറ്റ് കൊടുത്തോണ്ടിരിക്കണം. അപ്പം ഇനി അടുത്ത എൻ്റെ ആഗ്രഹം അതുപോലെ നിവിൻ പോളിയും പാൻ ഇന്ത്യൻ ലെവലിൽ ഹിറ്റുകൾ തന്നുകൊണ്ടിരിക്കണം. എന്തായാലും ബോർഡിങ് ഷെയ്മിങ് ചെയ്തവർക്കൊക്കെ ഒരു കിട്ടില്ല മറുപടി ആയിട്ട് നിവിൻ പോളി തിരിച്ചു വന്നിരിക്കുകയാണ്. എന്തായാലും അതിൽ വളരെ സന്തോഷമുണ്ട്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോളാം പാർട്ടികളെ.